Okay. Miss, ini bases alle miss. Oh, bases, salt and all over. Bases, salt ഒക്കെ കഴിഞ്ഞില്ലേ? ടെസ്റ്റിംഗ് ഫോർ ആസിഡ് ആൻഡ് ബേസിസ് അതെല്ലാം കഴിഞ്ഞല്ലേ? ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് ചെയ്തേക്കല്ലേ നാക്കിലൊന്നും വെച്ച് ആസിഡിന്റെ ടേസ്റ്റ് നോക്കിയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞോ? സ്റ്റോൺ ചോദിക്കുക എപ്പോഴാണോ? ഓക്കെ. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ടെസ്റ്റിംഗ് ഫോർ ആസിഡ്സ് ആൻഡ് ബേസിക്സ് അത് കഴിഞ്ഞല്ലേ? ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ടേസ്റ്റ് എവറി സബ്സ്റ്റൻസ് ടു ഫൈൻഡ്. അതൊക്കെ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നാവിൽ വെച്ചൊന്നും ടേസ്റ്റ് ചെയ്തേക്കല്ലേ? അൺനെസസറി തിങ്സ് ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ സൈനൈഡിന്റെ ടേസ്റ്റ് നോക്കി കഥയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? സയന്റിസ്റ്റ് ഓക്കെ. അപ്പം നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ലിറ്റ്മസിന്റെ ഒക്കെ കഴിഞ്ഞില്ലേ? ലിറ്റ്മസ് ബ്ലൂ, ലിറ്റ്മസ് ഇതൊക്കെ ആകുന്നു, റെഡ് ആകുന്നൊക്കെ. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ അവിടെ മുതൽ തുടങ്ങാം നമുക്ക്. ടെസ്റ്റിംഗ് ഫോർ ആസിഡ്സ് ആൻഡ് ബേസിസ്. Okay, it is not safe to taste every substance to find out if it is acid or basic. So it is not at all safe to taste with our tongue to see whether it is a acid or it is basic. Basic ആണോ ബേസിസ് ആണോ അതെയോ ആസിഡ് ആണോ എന്ന് നമ്മൾ നാവിൽ വെച്ച് ടേസ്റ്റ് നോക്കാൻ പാടില്ല. കാരണം എന്താ സംഭവിക്കുന്നത്? ഈ ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കരമായിട്ട് ബേൺ ചെയ്യുന്ന ഒരു സാധനമാണ്, പൊള്ളും അല്ലെ? അങ്ങനെ പൊള്ളുന്ന ആ വസ്തു നമ്മൾ നാവിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാവെല്ലാം പൊള്ളിപ്പോകും. പിന്നെ ടേസ്റ്റ് നോക്കാൻ ടേസ്റ്റ് ബഡ്സ് ഒന്നും ഉണ്ടാവില്ല നാവില്. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ടു ടേസ്റ്റ് ലൈക്ക് ദാറ്റ് വേ. സോ വി ഹാവ് സം അതർ മെത്തേഡ്സ്. വായി വെച്ച് നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. ഇത് ബേസ് ആണോ അതെയോ ആസിഡ് ആണോ എന്നുള്ളത് നമ്മൾ അങ്ങനെ നോക്കണമെങ്കിൽ സം അതർ മെത്തേഡ്സ് ആർ there. There are some special substances that have different colors in acidic and basic mediums. Some other things are there that will have some color changes. In acid one color and in base materials another color will be there. They are called acid base indicators. What is the meaning of indicator? Indicator എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? വണ്ടിക്കൊക്കെ ഇൻഡിക്കേറ്റർ ഇല്ലേ? ഈ ഇൻഡിക്കേറ്റർ മീൻസ് വാട്ട്? സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂചന നൽകുന്ന ഒരു സാധനം എന്നാണ് അർത്ഥം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. സോ സം തിങ്സ് വിച്ച് ആർ യൂസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് എ ബേസിക് ഓർ ബേസ് ഓർ ആസിഡ്, അത് ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില വസ്തുക്കളുണ്ട്. അതിനാണ് നമ്മൾ പറയുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം എന്നാണ്. They can be used to test if a substance is acidic or basic. Litmus is a natural indicator obtained from lichens. Lichens എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു പ്ലാന്റ് ആണ് അല്ലെ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ് ലിറ്റ്മസ്. ഈ ലിറ്റ്മസ് ഉപയോഗിച്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഹൗ? ഇറ്റ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ് ഈ പറഞ്ഞ ലിറ്റ്മസ് that we get from the lichens. It has a purple color in a distilled water. It turns red in acidic solution and blue in basic solution. ഞാൻ നിങ്ങളെ എക്സ്പെരിമെന്റ് അന്ന് കാണിച്ചു ഓർക്കുന്നുണ്ടോ? നമ്മള് അതിന്റെ കളർ ആക്ച്വലി അതിന്റെ ശരിക്കുള്ള കളർ സാധാരണ വെള്ളത്തിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇട്ട് കഴിയുമ്പോൾ പർപ്പിൾ കളർ ആണ് അതിൻ്റെ. ആൻഡ് സെയിം തിങ് ഇഫ് യു പുട്ട് ഇൻ ആസിഡ് ഇറ്റ് ടേൺസ് ഇൻ ടു റെഡ് കളർ. ആസിഡിൽ മുക്കി കഴിഞ്ഞാൽ ആ ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആകും. ആൻഡ് അത് മുക്കി കഴിയുമ്പോൾ ആസിഡ് മുക്കി കഴിയുമ്പോൾ അല്ല നമ്മൾ സാധനത്തിൽ മുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇഫ് ഇറ്റ് ബിക്കംസ് എ റെഡ് ഇൻ കളർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ആസിഡ്. അത് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ ബേസിക് ഇറ്റ് ടേൺസ് ഇൻ ടു ബ്ലൂ കളർ ആകും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലിറ്റ്മസ് പേപ്പറിന്റെ ഡ്രോപ്പ് ഓഫ് ബേസ് പേപ്പർ ഇപ്പൊ ഇപ്പുറത്ത് നോക്കിക്കേ, സാധാരണ അതിന്റെ ഒരു കളർ തന്നിരിക്കുന്ന പർപ്പിൾ കളറ്, അതില് ബേസ് ആയപ്പോ തന്നെ അതിന്റെ ബ്ലൂ കളർ വന്നു അല്ലെ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വിത്ത് എ ഡ്രോപ്പ് ഓഫ് ആസിഡ് ഹിയർ. തിരിച്ച് ബ്ലൂ കളറിലുള്ള ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാറിയതുകൊണ്ടോ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ നമ്മൾ സാധാരണ വെള്ളത്തിൽ അതിന് പർപ്പിൾ കളറാണ്. പിന്നെ നമ്മൾ അത് ആസിഡിൽ മുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് റെഡ് കളർ. ആൻഡ് ഇഫ് യു പുട്ട് ഇറ്റ് ഇൻ ദ ബേസ് ഇറ്റ് ബിക്കംസ് ബ്ലൂ ഇൻ കളർ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ടേസ്റ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ നോക്കാൻ പാടില്ല. ഓക്കെ. In the laboratory, two types of litmus papers are available, blue and red.
These are used to test acids and bases respectively. An acid turns blue, litmus red. അപ്പം ആസിഡ് ആണെങ്കിൽ ബ്ലൂ കളറിലുള്ള സാധനം റെഡ് ആക്കും. അതർവൈസ് ബേസ് ആണെങ്കിൽ അത് ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? രണ്ട് തരത്തിലുണ്ട്, വൺ ബ്ലൂ ആൻഡ് വൺ റെഡ് കളർ. ഇപ്പൊ നമ്മൾ അത് മുക്കുമ്പോൾ അത് ആസിഡിലാണ് മുക്കിയെങ്കിൽ ആ ബ്ലൂ കളർ നേരെ റെഡ് ആകും. ബട്ട് റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ഇനി ബ്ലൂ കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ആണെന്നൊരിക്കൽ ആസിഡിൽ മുക്കിയാൽ അത് റെഡ് ആകും. മറ്റേ നമ്മള് ബേസിലാണെന്നൊരിക്കൽ ബ്ലൂ കളർ തന്നെയായിരിക്കും. സോ ഈ കളർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Two indicators can be easily made at home by using turmeric powder and China rose petals. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കളർ ചേഞ്ച് ചെയ്യുന്ന കാര്യം നിങ്ങളോട് അന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഓക്കെ. You will need some turmeric powder and some rubbing alcohol from the chemistry laboratory. Mix 1 teaspoon of turmeric in 1/4 or quarter. 1/4 cup of rubbing alcohol. Allow the mixture to set until the alcohol turns bright yellow. Your indicator is ready. ഇനി ഇവിടെ നമ്മളോട് ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാ സയൻസ് ലാബറട്ടറിയിൽ മേക്ക് വിത്ത് ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി എടുത്ത് ടർമറിക് കളർ ഇറ്റ് വിൽ ബി വിച്ച് കളർ ടർമറിക് പൗഡർ യെല്ലോ കളർ isn't it? Okay. And then alcohol from the chemistry laboratory, some rubbing alcohol കുറച്ചെടുക്കുക. മിക്സ് എ ടീസ്പൂൺ ഫുൾ ഓഫ് ടർമറിക് ഇൻ 1/4 കപ്പ് ഓഫ് റബ്ബിംഗ് ആൽക്കഹോൾ. ഈ ഒരു 1/4 കപ്പ് ആൽക്കഹോളിന്റെ ആ കൂടത്തില് റബ്ബിംഗ് ആൽക്കഹോളിന്റെ കൂടത്തില് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അലൗ ദ മിക്സ്ചർ ടു സെറ്റ് അൻറ്റിൽ ദ ആൽക്കഹോൾ ടേൺസ് ബ്രൈറ്റ് യെല്ലോ. എന്നിട്ട് ആൽക്കഹോൾ അത് ലൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് കളറിലുള്ള യെല്ലോ കളർ ആകുന്നത് വരെ വെക്കുക. യുവർ ഇൻഡിക്കേറ്റർ ഇസ് റെഡി. യൂസ് എ ഡ്രോപ്പർ to transfer a drop of the indicator to the antacid dissolved in water. Thus, the color change to red. Now test lemon juice with this indicator. Thus, the color become pale yellow. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് ഇത് സ്കൂളിലെ ലാബറട്ടറി വെച്ചിട്ട് ചെക്ക് ചെയ്യാം. Test other substances such as soap solution, sugar solution, vinegar, common salt solution, etc. to find if they are acid or basic or neutral. Neutral എന്ന് പറയുമ്പോൾ ഒന്നും അല്ലാത്തത്, സാധാരണ ബേസിക്കും അല്ല ആസിഡും അല്ലാത്തത് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത്. അപ്പം ബേസിക്, if it is basic litmus paper or its color will change into blue color. If it is acid, it will turn into red color. And if it is neutral, means neither acid nor base, color doesn't change at all. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഒരു മാറ്റവും വരത്തില്ല, സെയിം കളർ തന്നെ ഉണ്ടാവും. Take some warm water in a beaker and put some China rose petals in it. Keep the beaker for some time till the water becomes colored. Filter the solution. This indicator is red. The indicator is ready. It turns acid solution dark pink and basic solutions green. Test the above mentioned substance with it. In അടുത്ത experiment, take some warm water, little hot water, and put some China rose petals in it. അതിനകത്ത് കുറച്ച് ചൈന റോസ് പെറ്റൽ ഇടുക. അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. കീപ് ദ ബീക്കർ ഫോർ സം ടൈം ടിൽ ദ വാട്ടർ ബിക്കംസ് കളർഡ്. ഫിൽറ്റർ ദിസ് സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്യുക. ആ പെറ്റൽസ് എല്ലാം എടുത്ത് മാറ്റുക. ദ ഇൻഡിക്കേറ്റർ ഇസ് റെഡി. ഇറ്റ് ടേൺസ് ആസിഡ് സൊല്യൂഷൻ ഡാർക്ക് പിങ്ക് കളർ. അപ്പം അതിൽ നമ്മൾ ആസിഡിന്റെ ഇത് ചേർക്കുവാണെങ്കിൽ ഡാർക്ക് പിങ്ക് കളർ വരും. ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ടേൺസ് ടു ഗ്രീൻ ഇൻ കളർ. ഗ്രീൻ കളർ ആവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ട്, യെല്ലോയും ബ്ലൂവും കൂടി ചേരുമ്പോൾ എന്ത് കളർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് ഗ്രീൻ കളർ ആകും. മനസ്സിലായോ? ഇനി യെല്ലോ ആൻഡ് റെഡ് ചേരുമ്പോൾ ഡാർക്ക് പിങ്ക് കളറും ആകും. അതായത് ബേസ് ആൽക്കലി ആണെങ്കിൽ റെഡ് കളർ ആണ് ആണ്ടത് അല്ലെ. റെഡും യെല്ലോയും കൂടെ ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? അത് റെഡ് കളർ ആകും. ഓക്കെ. Mineral and organic types of acids. Beginning itself we studied that there are two types of acids. First one is mineral acids and organic acids. Mineral acids means that we get from chemicals. Chemical നിന്ന് കിട്ടുന്ന
ആസിഡുകളെയാണ് നമ്മൾ മിനറൽ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് ആസിഡ്സ് മീൻസ് ഫ്രം ഫ്രൂട്ട്സ്, പ്ലാന്റ്സ് ആൻഡ് ഓൾ. നമ്മുടെ ഈവൻ ഇൻ അവർ ബോഡികൾ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആസിഡ്സുകൾ. അപ്പൊ ലെമണ്, ഓറഞ്ച് അതിലൊക്കെ ഉണ്ടാകുന്ന ആസിഡുകളാണ് ഓർഗാനിക്, നാച്ചുറൽ ആയിട്ടുള്ളത്. As discussed earlier, hydrochloric acid, sulfuric acid and nitric acid are known as mineral acids. അതായത് കെമിക്കൽ ആയിട്ടുള്ള ആസിഡ്സ് ആണ്. The naturally occurring acids such as citric acid, acetic acid and lactic acid present in human and plants materials are organic acids. അതായത് ഹ്യൂമൻസിലും പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ ഉണ്ടാകുന്ന ആസിഡുകൾ, ദാറ്റ് ഈസ് ഓർഗാനിക് ആസിഡ്. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ചില സമയത്ത് നമ്മുടെ ഫുഡിന്റെ, അതായത് നമ്മുടെ ഡൈജഷൻ നടക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് ആസിഡ്സ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അത് ചില സമയത്ത് നമുക്ക് വോമിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുളിപ്പ് തോന്നാറുണ്ട് അല്ലെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഉണ്ടാകും. ഇത്തരത്തില് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ആസിഡ്സ് ആണ്. അതായത് പ്ലാന്റ്സിലും ഫ്രൂട്ട്സിലും ആനിമൽസിലും നിന്നൊക്കെ ഉണ്ടാകുന്ന, നമ്മൾ പറഞ്ഞ പാല് പുളിപ്പ് കയറുമ്പോഴാണ് തൈരാകുന്നത് അല്ലെ. സോ ഇതൊക്കെ organic acids. Next, concentrated and diluted acids. Hydrochloric acids consist of hydrogen chloride gas dissolved in a small quantity of water. It is known as a concentrated hydrochloric acid. If the same hydrogen chloride gas is dissolved in more water, the strength of the resulting acid reduces. The acid is then said to be diluted. That too I said. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ എന്താവുന്നു, അത് നേർത്തതാവുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ സാധാരണ റബ്ബർ ഒക്കെ വെട്ടുന്നവർക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ആസിഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മാറ്റി വെക്കും എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ്? കുട്ടികളൊക്കെ അറിയാതെ, ഇത് വെള്ളം പോലെയാണ്, there is no color for that. അപ്പൊ അതിൽ വെള്ളം പോലെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാതെ, അല്ലെ വേറെ ചിലപ്പോൾ അത് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാതെ എൽഡേഴ്സ് ആണെങ്കിലും അഥവാ അറിയാതെ എങ്ങനെ എടുത്ത് കയ്യിലോ കാലിലോ ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ മൊത്തം പൊള്ളിപ്പോകും അല്ലെ. അപ്പം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനത്തിനകത്ത് കുറെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈവൻ കുപ്പിയിലൊഴിച്ച് പിന്നെ നമ്മൾ റബ്ബറിന്റെ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് വെക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ നേർപ്പിക്കുന്നതിനാണ് ഡൈല്യൂട്ട് ആസിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സംടൈംസ് നമ്മൾ പറയുന്ന ഈ വിനെഗർ ഉണ്ടാക്കുന്ന ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്ന സാധനം. അണ്ടർസ്റ്റാൻഡ്? അത് ഒരു തരം ആസിഡാണ്. അത് നമ്മളെ നേർപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന രീതിയിൽ തന്നെ നല്ല പുളിപ്പായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ലോക്ക്ഡൌൺ ആരംഭിച്ച സമയത്ത്, മീൻസ് മന്ത് ഓഫ് മാർച്ച് ആൻഡ് ഏപ്രിൽ ആൻഡ് ഓൾ, doctors or the health department have given when they gave us strict awareness to use hand sanitizer. നമ്മളോട് സാനിറ്റൈസർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡയറക്ഷൻ ഒക്കെ തന്ന സമയത്ത് നിങ്ങൾ ടിവിയിലൊക്കെ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. ഹാൻഡ് സാനിറ്റൈസർ ആൽക്കഹോൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് കുടിച്ച്, അതായത് അത് കുടിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടായിരുന്നു? കേട്ടുമായിരുന്നു ആ വാർത്ത എങ്ങാനോ? അതായത് ആൽക്കഹോൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇഫ് ദേ ഡോണ്ട് ഗെറ്റ് ആൽക്കഹോൾ ഇൻ ടൈം ദേ വിൽ ബി ലൈക്ക് മാഡ് പീപ്പിൾ. അതായത് ഡെയിലി ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആൽക്കഹോൾ കിട്ടാതെ വരുന്ന സമയത്ത് അവരെന്താകും? സംവാട്ട് മാഡ്നെസ് ദേ വിൽ എക്സ്പ്രസ്. എന്തോ ഭ്രാന്തന്റെ കൂട്ടുള്ള എക്സ്പ്രഷൻ. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ആ മയക്കുമരുന്ന് കിട്ടിയില്ല, അവർ എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച മാതിരി ബിഹേവ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിരുന്നു, ഇന്ത്യ കംപ്ലീറ്റ് ലോക്ക്ഡൌണിലായിരുന്നു. അപ്പൊ ഈ ആൽക്കഹോൾ ഷോപ്സ് ഒന്നും തുറക്കാതെ ആയപ്പോൾ ആ സമയത്ത് അവർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാനിറ്റൈസറിന് ആൽക്കഹോൾ ചേർത്തിട്ടാണ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അവരത് വാങ്ങിച്ചു കുടിച്ചിട്ട് അതിൽ കെമിക്കലും കൂടി ചേർക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേര് മരിച്ചു പോയായിരുന്നു മദ്യം കിട്ടാഞ്ഞിട്ട്, ഈ സാനിറ്റൈസർ കുടിച്ചിട്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മൾ ആൽക്കഹോൾ മദ്യത്തിൽ ഒഴിച്ച് കുടിക്കുന്നതിനാ കുഴപ്പമില്ലാത്ത. അല്ല, ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് മദ്യം. ആ സാധനം കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ കയ്യിലൊക്കെ തേക്കുന്ന സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്. പക്ഷെ ചെറിയൊരു ക്വാണ്ടിറ്റി ആൽക്കഹോള് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ബാക്കി കെമിക്കൽസ് ആണ്, നമ്മുടെ ജേംസിനെ ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഡിസ്ട്രോയ് ദ ജേംസ്. നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിരിക്കുന്ന കൊറോണ വൈറസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൊരു ഫിക്സ്ഡ് റേഷ്യോ ഓഫ് ആൽക്കഹോൾ ഇസ് ആഡഡ് വിത്ത് ദാറ്റ്.
മരുന്നുണ്ടാക്കാൻ വേണ്ടിട്ട്. ബാക്കി കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചില ആൽക്കഹോളിസം ചേർന്നിട്ടുള്ള സാനിറ്റൈസറിന് ഒരു സ്മെല്ലുണ്ട്, മദ്യത്തിന്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പൊ ഈ കല്ല് കുടിക്കുന്ന ചേട്ടന്മാർക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഒരുമാതിരി ഞാൻ പറഞ്ഞല്ലോ മാഡ്നെസ് ആണ്. അപ്പൊ ഈ സ്മെല്ല് വന്നപ്പോ ഇവര് വിചാരിച്ചു ഈ സംഭവം ഇങ്ങനെ കുടിച്ചാൽ മതി എന്ന് വിചാരിച്ച് കുടിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട് നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സമയത്ത്. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ ഷോപ്സ് ഒക്കെ തുറന്നു തോന്നുന്നു. എന്റെ ഗെറ്റ് പ്ലെന്റി ഐ തിങ്ക്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനെഗർ ഇതുപോലെ ആസിഡിനെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിനെഗർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആസിഡ് എടുത്ത് കുടിക്കാൻ പാടില്ല എന്ന്. ബിക്കോസ് എന്ത് സംഭവിക്കും? പൊള്ളിപ്പോകും അല്ലെ? ഓക്കെ. Thus, an acid is concentrated or diluted depending on the amount of water present in it. അതിനെ നമ്മൾ എത്രത്തോളം വെള്ളം ആഡ് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു, ആ രീതിയിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ചില കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ്. ആൻഡ് വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ യുവർ ലാറ്റക്സ് പ്രിപ്പറേഷൻ. അതായത് നമ്മുടെ വീട്ടിലെ റബ്ബർ കൊണ്ട് റബ്ബർ ലാറ്റക്സ് ഉണ്ടാക്കുന്നതിന്റെയാണ് ഞാൻ പറയുക ആസിഡ് ചേർക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യുവർ പപ്പ ആഡ്സ് വാട്ടർ വിത്ത് ദാറ്റ് പ്യുവർ ആസിഡ്. പ്യുവർ ആസിഡ് അതായത് കുപ്പിയില് കുറെ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തൊരു അളക്കുന്ന ഒരു സാധനം ഉണ്ട്, ഇത്ര ഉള്ള അത്രയും സാധനം, അത്രയും വെള്ളം ആസിഡ് അതിനകത്ത് ആഡ് ചെയ്യുള്ളൂ. ബാക്കി മോർ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ആ ഡൈലൂട്ടഡ് ആയിട്ടുള്ള ആസിഡില് if they had added little bit of more acid, that rubber latex will not get it properly. അത് ഉരുകി 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 പോകുന്ന പോലെ ആസിഡിന്റെ അളവ് കൂടിപ്പോയാൽ, നമ്മൾ ഡൈലൂട്ട് ചെയ്ത ആസിഡിൽ പോലും കുറച്ചെങ്കിലും ആസിഡിന്റെ അളവ് കൂടിപ്പോയ ഷീറ്റ് അടിക്കുന്ന സമയത്ത് ആ ഷീറ്റൊക്കെ എന്ത് സംഭവിക്കുന്നു? മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാകും. നിങ്ങളുടെ പേരൻസ് ആർ ഇഫ് ദേ ആർ ഡൂയിങ് ദ റബ്ബർ ടാപ്പിംഗ് ആൻഡ് ഓൾ, യു ക്യാൻ ആസ്ക് ദം. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇത്തിരി ആസിഡിന്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും. ഇനി ആസിഡിന്റെ അളവ് കുറഞ്ഞു പോയാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അതിനൊരു ഫിക്സ്ഡ് റേഷ്യോ ഉണ്ട്. ഇത്ര വെള്ളത്തില് ഇത്ര മാത്രമേ ആസിഡ് ചേർക്കാവുള്ളൂ, അത്രയും ചേർത്തിരിക്കണം എന്ന് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഫുഡിലൊക്കെ ഉപ്പ് ചേർക്കാറുണ്ട്. ഫുഡ് കുക്ക് ചെയ്യുന്നത് അല്ലെ? If you add a little bit of more, how it will be? We cannot eat the food. And if you add less salt, also if the food is having only less salt, it won't be tasty also, isn't it? Like the same way acid also, when we dilute, what will happen? If it is a little more, the amount of water that we add, if it is less means it doesn't get proper quality. And if we have added little bit of acid more, it may the thing in which we have to add it may burn it. അത് ചിലപ്പോൾ ഉരുകി പോകാനൊക്കെ സാധ്യതയുണ്ട് ആസിഡിന്റെ അളവ് കൂടിപ്പോയതാണ്. ഓക്കെ. So the acid is concentrated or diluted depending on the amount of water present in it. അതിനകത്ത് എത്രത്തോളം വെള്ളം ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് എത്രത്തോളം ഡൈലൂട്ടഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ഈ ആസിഡിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പ്രത്യേകത എന്തെങ്കിലും? സം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആർ മെൻഷൻഡ് ബിലോ. ആസിഡ്സ് ഹാവ് എ സോർ ടേസ്റ്റ്. ആക്ച്വലി വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ആസിഡ്? ആസിഡിന്റെ ടേസ്റ്റ് എന്താണ്? സോറാണ്. നമ്മൾ പറഞ്ഞു പ്യോർ ആസിഡിന്റെ ടേസ്റ്റ് ഭയങ്കര സോറായിരിക്കും, പക്ഷെ ടേസ്റ്റ് നോക്കാൻ പാടില്ല, സയനൈഡിന്റെ ടേസ്റ്റ് നോക്കിയ പോലെ ഇരിക്കും. ഓക്കെ. സോ ഡൈല്യൂട്ട് ആയിട്ടുള്ളതിന് നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ വിനെഗർ. ഇനി ഓർഗാനിക് ആണെങ്കിൽ നമുക്കറിയാം മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച് ആൻഡ് ഓൾ ദീസ് കേർഡ്, ദീസ് ഓൾ ആർ സോർ, isn't it? ആസിഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നതാണ് സോർ ടേസ്റ്റ്. ആസിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. ഇനി ലിറ്റ്മസ് പേപ്പറിനെ ആസിഡ്സ് എന്ത് ചെയ്യുന്നു? ടേൺസ് ഇൻ ടു റെഡ് കളർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, ഓൾ ആസിഡ് സൊല്യൂഷൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി ഓൾ ആസിഡ് സൊല്യൂഷൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എല്ലാ ആസിഡ് സൊല്യൂഷൻസും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിലൂടെ. Acids are corrosive in nature. Strong acids can destroy paper, cloth, or wood. Acids also corrode metals such as iron and aluminum. ഭയങ്കര പവർഫുൾ ആണെന്ന് അർത്ഥം. നശിപ്പിക്കാൻ മിടുക്കനാണ്. How you people, നിങ്ങൾ എങ്ങനെ നശിപ്പിക്കാൻ പറയല്ലേ? ചില പിള്ളേരെ കുറിച്ച് പറയല്ലേ, ആ കൊച്ചു നശിപ്പിക്കാൻ നല്ല മിടുക്കനെന്ന് പറയല്ലേ. എന്ത് സാധനം കിട്ടിയാലും അതൊരു 1-2 ദിവസം കൊണ്ട് നശിപ്പിച്ചു നോക്കും. ചില പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കും, പ്രത്യേകിച്ച് ബോയ്സിന്. ഗേൾസും കുറവൊന്നുമില്ല കേട്ടോ. ചെറുപ്പത്തിലെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും അല്ലെ, ഈ കാറ്, ലോറി, അങ്ങനെയുള്ള ടോയ്സ്.
So some children, what they will do? First day they will play with that. Second day he will do experiment with that. Means he will try to remove the wheel or parts of that vehicle and he will try to rejoin it. But he may fail. Because he will try to do a mechanic work but it may not be successful. Sometimes he will be successful. He will rejoin it. Okay. So your mummy will tell her, oh, what a naughty boy or what a naughty girl it is. He has just destroyed all those things. Hereafter, I will not buy and give you anything. But next day you will start to compel or force your mummy, I want that, I want this. If you go to town, even you see from the shop, you will try to make her to buy the new toys to do again the next experiment. Isn't it? അപ്പൊ അവർക്ക് അതിന്റെ മീൻസ് ആ ഒരു പ്രായത്തിൽ അതിന്റെ ടെൻഡൻസിയാണ് അതൊന്ന് അഴിച്ചു നോക്കണം എന്നിട്ട് അത് റീജോയിൻ ചെയ്യണം ആകോ ഇല്ലയോ സംടൈംസ് ആ മറ്റേ ഒരു കുഞ്ഞു പറയുന്നുണ്ട് ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ സംടൈംസ് യു വിൽ ബി സക്സസ്ഫുൾ ഇൻ റീജോയിനിങ് ഇറ്റ് അഗെയിൻ ബട്ട് സംടൈംസ് യു വിൽ ബി ഫെയിലിയർ. അപ്പം അങ്ങനെ അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് ഈ ആസിഡ്സും അതുപോലെ നശിപ്പിക്കാൻ മിടുക്കനാണ്. നമുക്കറിയാം സ്ട്രോങ് ആസിഡ്സ് വിൽ ഡിസ്ട്രോയ് പേപ്പർ ക്ലോത്ത് ഓർ വുഡ്. നിങ്ങളുടെ ഡ്രസ്സിൽ കരിമ്പനൊക്കെ കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറ പറ്റിയിട്ട് കറയ്ക്കുള്ള മരുന്നൊക്കെ തേച്ചിട്ടുണ്ടോ? നല്ല ഡ്രസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും കരിമ്പനൊക്കെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കറയൊക്കെ പറ്റിയിട്ട് അങ്ങനെ അത് ഇപ്പൊ ലൈറ്റ് കളറിലൊക്കെയാണ് കറയൊക്കെ പറ്റിയിരുന്നാൽ ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നിങ്ങളുടെ അമ്മമാർ എന്തെങ്കിലും കറ പോകാൻ വേണ്ടി ചില കറകൾ പെട്ടെന്ന് പോകും, ചില കറകളൊന്നും പോകത്തില്ല. അപ്പൊ അതിനെന്തെങ്കിലും കരിമ്പ് പോകാൻ വേണ്ടി മരുന്ന് വാങ്ങിച്ചതൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല പിള്ളേര് കരിമ്പിനും കയറ്റൂല പറയും ചെറിയൊന്നും പിടിപ്പിക്കത്തില്ല, നല്ല മക്കൾ. ഓക്കെ, ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. എനിവേ അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ദിസ് ഇസ് വൈറ്റ് കളറ്. ഇതിലൊരു കറ പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആര് കണ്ടാലും എടുത്ത് കാണിക്കും അല്ലെ, കറയൊക്കെ പറ്റി കഴിഞ്ഞു. അപ്പൊ അതിൽ കരിമ്പിനൊക്കെ ആണെങ്കിലും വൃത്തികേടാണ്. അപ്പൊ ഇപ്പൊ ഒരു മരുന്ന് നമുക്ക് കിട്ടും കരിമ്പം പോകാനും കറ പോകാനും ഒക്കെ ആയിട്ട്. അത് വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാല് ഇതിലൊക്കെ അത്ര വലിയ പ്രശ്നം. പക്ഷെ അതും ഒരുമാതിരി ആസിഡിക് ടൈപ്പാണ്, ആസിഡ് ആണത്. അപ്പൊ ആസിഡ് നമ്മൾ ഈ ക്ലോത്തിലിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അത് സംഭവിക്കുന്നത് പറയുമ്പോൾ ആ ഒരു പാർട്ടിൽ മാത്രം കളർ ചേഞ്ചസ്, അതായത് നമ്മൾ ഡ്രസ്സിൽ അല്ലെങ്കിൽ മൊത്തം ക്ലോത്തിൽ പറ്റിക്കണം. ഇതിപ്പോ നമ്മുടെ ഡ്രസ്സിൽ വേർ ദർ ഈസ് ദാറ്റ് സ്പോട്ട്, ആ സ്പോട്ട് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ തേക്കുന്നെങ്കിൽ ആ സ്പോട്ട് മാത്രം കളർ ചേഞ്ചസ് ഉണ്ടാകും. മനസ്സിലായോ? ഇനി ഇവിടെ സ്ട്രോങ് ആസിഡ്സ് വിൽ ഡിസ്ട്രോയ് പേപ്പർ. പേപ്പറൊക്കെ കത്തി പോലെ പൊടിഞ്ഞു പോകും ഈ ആസിഡിന്. അത്ര കഴിവാണ്, ഭയങ്കര കഴിവാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, വേറെ ലെവലാന്ന് പറയല്ല എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ വീട്ടിലും ഈ നിലത്തൊക്കെ ഫ്ലോറിലൊക്കെ ആസിഡൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ ഒരു ചേഞ്ചാ. കഴിഞ്ഞ ദിവസം ഞാൻ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം പാഷൻ ഫ്രൂട്ടിൽ ആസിഡ് ഉണ്ട്. ഞാൻ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് എന്തോ ബൈ മിസ്റ്റേക്ക് അതിന്റെ ലിഡിങ് ഓപ്പൺ ആയി പോകും. While the mixie was working, the lid was opened, and just imagine that the whole kitchen part on the wall, on the floor, and all other vessels, which what all things were on the kitchen, all got this juices, this passion fruits juice plus its seeds, everything. അപ്പത്തേനും മൊത്തം എല്ലായിടത്തും സ്പ്രെഡ് ആയി. ഞാൻ ഒരു ഭാഗം മൊത്തം അങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേന് ഈ നിലത്തൊക്കെ ഉണ്ടായിരുന്നതല്ല അവിടെ തന്നെ അങ്ങനെ ഉണ്ട്. ഭിത്തി മുതൽ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വരുക. അപ്പത്തേന് ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേനും ഈ ഫ്ലോറിൽ നിലത്ത് വീണ ഭാഗം മൊത്തം വന്ന് വൈറ്റ് കളറ്. ബ്ലാക്ക് കളറിലുണ്ടായിരുന്ന ഫ്ലോറ് നിലത്ത് ബ്ലാക്ക് കളറാണ് അടുക്കളയില്. അവിടെ മൊത്തം ഇങ്ങനെ പാണ്ട് പിടിച്ച് ഇത് വീണ ഭാഗം മൊത്തം, അതായത് ആസിഡിന്റെ റിയാക്ഷൻ ആണ്. അതൊരു ഓർഗാനിക് ആസിഡ് ആണെങ്കിൽ പോലും അപ്പൊ ഒന്ന് അത്രേ പുളിപ്പുള്ളൂ. പക്ഷെ ഒരു സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ്ലി ആ ഭാഗത്ത് മൊത്തം വരും. പക്ഷെ ഇതിപ്പം കുറെ തവണ പിന്നെ വാഷ് ചെയ്ത് ഇപ്പൊ സെയിം കളർ ആയി കേട്ടോ, മാറ്റമായി. ഇനി Faith is telling something. What is that? I can't hear. എന്തെങ്കിലും പറഞ്ഞാണോ? ഇങ്ങോട്ട് പറഞ്ഞാണോ? അല്ല, പക്ഷെ ഞാൻ സ്വന്തം പറഞ്ഞതാ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് എന്തോ പറഞ്ഞ റിപ്ലൈ ആയിട്ടാണ്. അത്രയും റിയാക്ഷൻ ഉണ്ട്. നിങ്ങൾ ലെമൺ നിലത്ത് കളർ മാറുമെന്ന്, അപ്പൊ അത് മാറിയത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ. പിന്നെ
നമ്മളുടെയൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലെ ടോയ്ലറ്റ് എന്ന് പറയുന്ന എല്ലാം ടൈൽസ് ഒക്കെ ഇട്ട ടോയ്ലറ്റ്സുകളാണ് ഇപ്പൊ ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ. നമ്മുടെയൊക്കെ വീടുകൾ അത്ര നീറ്റാണ്, ഹൈജീനിക് ആണ് അല്ലെ? പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള പഴയ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ നിലത്ത് റെഡ് ഓക്സൈഡ് ടൈൽസ് അല്ലാതെ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് റെഡ് ഓക്സൈഡുള്ള പഴയ ടോയ്ലറ്റ്സ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ? പഴയ വീടുകളിലൊക്കെ അങ്ങനെയുള്ള ടോയ്ലറ്റ്സുകളായിരുന്നു. പിന്നെ nowadays we have toilets even inside our house or attached, means at the work area of our house or attached to the bedrooms. But in those days, earlier days, people never used to build toilets inside our houses and all. It was a little far from our house. If you have gone to your grandparents' house and all, you might have seen such toilets outside the house, a little far. കുറച്ച് മാറിയിട്ടായിരുന്നു ടോയ്ലറ്റുകളൊക്കെ അന്നത്തെ കാലത്ത്. ആരും വീടിന്റെ ഉള്ളിൽ ടോയ്ലറ്റ് പണിയാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് 2-3 ടോയ്ലറ്റ്സ്, ഓരോ ബെഡ്റൂമിന് ഓരോ ടോയ്ലറ്റ്സ് ആ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടോയ്ലറ്റ് ഒക്കെ കാണുന്നുണ്ടായിരുന്നുള്ളൂ, അത് വീടിന്റെ പുറത്ത് തന്നെയായിരുന്നു, മുറ്റത്തുനിന്ന് കുറച്ച് മാറിയിട്ടൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പൊ ആ വീടിന്റെ ഉള്ളിൽ അതൊന്നും വരണ്ട, പുറത്ത് ടോയ്ലറ്റിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ടോയ്ലറ്റിലൊക്കെ പോട്ടെ അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കും ഔട്ട്സൈഡില്. പക്ഷെ ഇപ്പൊ നമ്മൾ സൗകര്യം നോക്കിയിട്ട് ഇപ്പൊ രാത്രിയിലൊക്കെ ആണെന്ന് the toilet is outside, we are afraid to go to toilet at night and all. ചിന്തിച്ചാണ് രാത്രിയിലൊക്കെ ടോയ്ലറ്റ് പോകാൻ നമുക്കിപ്പോ പേടിയാണ്, പുറത്താണെന്നറിയില്ല. വീടിന്റെ ഉള്ളിലാണെങ്കിൽ നോ പ്രോബ്ലം, ആരുമില്ല പോലും നമുക്ക് കഥ അടച്ചിട്ടിട്ട് ടോയ്ലറ്റ് പോകാൻ ഒരു പേടിയില്ല. പക്ഷെ പുറത്താണെങ്കിൽ ഭയങ്കര പേടിയൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ആ കാലത്ത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അന്നത്തെ ടോയ്ലറ്റ്സുകളുടെ ഒക്കെ ഈ ടൈലൊക്കെ അങ്ങനെ ഇടുന്ന കോമൺ അല്ലായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, റെഡ് ഓക്സൈഡ്, അതായത് സിമെന്റ് ഇട്ടിട്ട് ബ്ലാക്ക് കളറോ റെഡ് കളറോ ഒക്കെ ആയിട്ട് കളർ ചേർത്തിട്ട് സിമെന്റ് ഇടുന്നതായിരുന്നു. അപ്പൊ ആ ടോയ്ലറ്റ് തന്നെ പിന്നെ വേറെ ഒന്നും തന്നെ ഇന്നിപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും ടോയ്ലറ്റ്സ് എവറി ഡേ. പക്ഷെ അന്നൊക്കെ ചിലപ്പം എല്ലാ ദിവസവും അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഈസി അല്ല എന്ന് വെച്ചാല് ഈ റെഡ് ഓക്സൈഡ് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പായലൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കളറ് ചെളിയൊക്കെ പോലെ അങ്ങനത്തെ കളറൊക്കെ ഒരു അഴുക്കുണ്ടായിരുന്നു, കറയൊക്കെ. അപ്പൊ ഈ ചില ആൾക്കാർ ആസിഡ് ഒഴിക്കും, ഒരുപാട് കറിയൊക്കെ ആകുമ്പോൾ ക്ലോസറ്റിനകത്തും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഈ കളയാൻ വേണ്ടിയിട്ട്. അന്ന് ഈ പറഞ്ഞ ഹാർപ്പിക് ഒന്നും കോമൺ അല്ല അന്നത്തെ കാലത്ത്. ഹാർപ്പിക് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന അത്തരം ലോഷൻസ് ഒന്നും അന്ന് അധികമില്ല. അപ്പം ലാസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, അറ്റ കൈക്ക് ചെയ്യുന്നത് വീട്ടിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ ആസിഡ് ഒഴിക്കും. ഈ ആസിഡ് ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്, ഈ റെഡ് ഓക്സൈഡുമായിട്ട് കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് റെഡ് എല്ലാം കളറ് പോകും, ചെളിയും പോകും, അവിടെയുള്ള കറയും പോകും, ഈ റെഡ് ഓക്സൈഡിന്റെ റെഡ് കളറും പോകും. അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ nowadays we don't have such toilets and all, we have a very hygienic toilets, very nice. നമ്മളുടെ വീട്ടിലെ ടൈലൊക്കെ ഇട്ടിട്ട് ഡെയിലി ക്ലീൻ ചെയ്യും, അതുപോലെ പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹാർപ്പിക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അല്ലെ? ഓക്കെ. ഇവിടെ ആസിഡ്സ് ആര് കറോസീവ് ഇൻ നേച്ചർ, നശിപ്പിക്കാൻ മിടുക്കന്മാരാണെന്ന്. Strong acids can destroy paper, cloth or wood. Acid also corrodes metals such as iron and aluminium. Not only this is aluminium, iron and all, അതിലൊക്കെ ആസിഡ് വീണാൽ ഇങ്ങനെ ഉരുകി ഒറ്റയടിക്ക് പോയില്ലെങ്കിൽ തന്നെ ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമുക്കറിയാം റബ്ബർ വെട്ടുന്നുണ്ടെങ്കിൽ റബ്ബർ ഷീറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അലുമിനിയത്തിന്റെ ഡിഷിലൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ഇങ്ങനെ പാടൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ റബ്ബർ വെട്ടിട്ടുണ്ടോ? എന്നിട്ട് പാലൊറ ഒഴിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ ആസിഡൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന അലുമിനിയം പാത്രത്തിലൊന്നല്ല ഒഴിച്ചു വെക്കുന്നുണ്ട്, അലുമിനിയം കുപ്പിയിലൊന്നും അല്ല. പകരം ഒന്നെങ്കിൽ ചില്ലിന്റെ കുപ്പിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കനാസിലോ കുപ്പിയിലൊക്കെയാണ് അല്ലെ? അല്ലെങ്കിൽ അതിനകത്ത് ഇരുന്ന് പാത്രം ഉരുകി പോകും. ഓക്കെ. കെമിക്കൽ റിയാക്ഷൻ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സോപ്പ് പൊടി മുക്കി വെക്കാറില്ലേ ബക്കറ്റില് തുണിയൊക്കെ? ഓക്കെ. In which bucket, in aluminum bucket or in plastic buckets, they put that cloth in a soap solution? ഏതിലായിരിക്കും സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നത്? സാധാരണഗതിയിൽ അലുമിനിയത്തിൽ മുക്കി വെക്കാറില്ല. കാരണം അലുമിനിയത്തിലുള്ള സോപ്പ് പൗഡറിലുള്ള ബേക്കിംഗ് സോഡ ആ ബേക്കിംഗ് സോഡയും ഈ അലുമിനിയമായിട്ട് റിയാക്ഷൻ ഉണ്ടായിട്ട് ക്രമേണ ഒറ്റ ദിവസം കൊണ്ടാവില്ല, ക്രമേണ ബക്കറ്റിന് ഓട്ടയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്, ദ്രവിച്ചു പോകും. ലൈക്ക് ദാറ്റ് വേ ഇവിടെയും ആസിഡിന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. Therefore, acids are not stored in metal containers. Glass containers are used for storing acids.
സാധാരണ ചില്ല് കുപ്പികളിലൊക്കെയാണ്, ചില്ല് പാത്രങ്ങളിലൊക്കെയാണ് ആസിഡ് ഒഴിച്ചു വെക്കാറ്. നെക്സ്റ്റ്, മിനറൽ ആസിഡ്സ് എക്സെപ്റ്റ് കാർബോണിക് ആസിഡ് കോസ് ബോൺസ് ഓൺ ദി സ്കിൻ and therefore should be handled very carefully. Okay. Okay. Glass containers are used for storing acids, mineral acids except carbonic acid, cause bonds on the skin. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഇത്തരം കെമിക്കൽ ആസിഡ്സ് എല്ലാം പൊള്ളാൻ സാധ്യതയുണ്ട്. സാധ്യത അല്ല, പൊള്ളും നമ്മുടെ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാല്. സോ therefore should be handled very carefully. നമ്മള് വളരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ. ഓക്കെ. Okay. We will wind up the class. Now we have Arabic class. Okay, now you can join for the Arabic class. I'll wind up this class.